ദേവി, എന്താ നന്ദു? ഞാൻ ആലോചിക്കുക. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ രക്ഷിക്കാൻ നീയാ ഓടിയെത്തിയത്, മുന്നിൽ നിന്ന് ഓരോന്ന് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ നന്ദു. നേരത്തെ എനിക്കൊരു പറ്റ ചോറോ കഞ്ഞിയോ കഴിക്കാൻ തോന്നിയില്ല, ആഹാരത്തിന് രുചി തോന്നിയില്ല, കഴിക്കാൻ വെറുപ്പും മടുപ്പുമായിരുന്നു. ഇപ്പോ നീ ആഹാരം തരുമ്പോ ഇത്രയും രുചിയുള്ള ഭക്ഷണം വേറെ കഴിച്ചിട്ടില്ലെന്ന് തോന്നുക. കഴിച്ചിട്ടും മതിയാവുന്നില്ല. ഭക്ഷണത്തിന്റെ മെച്ചമല്ല, തരുന്ന നിന്റെ മനസ്സിന്റെ സ്നേഹവും പുണ്യമൊക്കെയാ, അതിന്റെ ഒരു രുചിയാ. നന്ദു കഴിക്ക്, അധികം സംസാരിക്കണ്ട. പനി കുറഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിച്ച് നന്നായിട്ട് വിശ്രമിക്കുമ്പോ പൂർണ്ണമായിട്ട് മാറും. അസുഖം മാറണ്ടെന്നാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നേ. അങ്ങനെയാവുമ്പോ എപ്പോഴും നീ ഇതുപോലെ എൻ്റെ അടുത്തുണ്ടാവുമല്ലോ. നന്ദു പറഞ്ഞില്ലേ സംസാരിക്കണ്ട. ശരി, ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ നീ സംസാരിക്കണം. ഞാൻ സംസാരിക്കല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അങ്ങനെ എന്തെങ്കിലും പറയാനല്ല, മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ കേൾക്കണം. എനിക്കറിയാം നിനക്കെന്നോട് മനസ്സിലകൽച്ച തന്നെ ആയിരിക്കും. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളാ നീ. ഞാൻ എൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നും അത് തിരുത്താൻ തുടങ്ങിയെന്നും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇസബെല്ലയായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നന്ദു, ഞാൻ ഇവിടെ വന്നത് നന്ദനോട് പഴയ കാര്യങ്ങൾ സംസാരിക്കാനോ പുതിയ ജീവിതത്തെക്കുറിച്ച് പറയാനോ ഒന്നും അല്ല. എന്റെ മനസ്സിൽ നന്ദുനെ അപകടത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനെക്കുറിച്ച് എത്ര വേണോ സംസാരിക്കാം. അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നന്ദു, ഭക്ഷണം കഴിച്ച റെസ്റ്റ്, അസുഖം പൂർണ്ണമായിട്ട് മാറട്ടെ. മതി, കഴിക്ക് നന്ദു. വിശപ്പ് മാറി, അതുകൊണ്ടാ. ഇതോട് കഴിക്ക്.